കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടർ എന്നുള്ള ടോപ്പിക്കായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഫ്ലൂറൈഡ്സിനെ പറ്റി പഠിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഫ്ലൂറൈഡ് കണ്ടൻറ്റ് ഒരു പരിധിക്കുള്ളിൽ കുറഞ്ഞാലും കൂടിയാലും ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഫ്ലൂറൈഡ് കണ്ടൻറ്റ് ലെസ് ദാൻ 1 mg/L ആണെങ്കിൽ ഡെൻറ്റൽ കാവിറ്റീസ് ഫോം ചെയ്യാനായിട്ട് കാരണമാവും. ഇനി ഫ്ലൂറൈഡ് കണ്ടൻറ്റ് ഗ്രേറ്റർ ദാൻ 1.5 mg/L ആണെങ്കിലോ മോഡലിംഗ് ഓഫ് ടീത്ത് അല്ലെങ്കിൽ ടീത്ത് സ്റ്റെയിനിങ് അല്ലെങ്കിൽ ഡെൻറ്റൽ ഫ്ലൂറോസിസ് എന്നുള്ള അവസ്ഥയിൽ എത്താൻ കാരണമാകും. അപ്പോൾ ഫ്ലൂറൈഡ് കണ്ടൻറ്റ് 1 mg/L താഴെയാണെങ്കിൽ ഡെൻറ്റൽ കാവിറ്റി, 1.5 mg/L കൂടുതലാണെങ്കിൽ എന്താണ് ഡെൻറ്റൽ ഫ്ലൂറോസിസ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മോഡലിംഗ് ഓഫ് ടീത്ത് അല്ലെങ്കിൽ ടീത്ത് സ്റ്റെയിനിങ്, ടീത്തിലൊക്കെ വേറെ സ്റ്റെയിൻ വരാൻ കാരണമാകും. ഏതാണ്? ഫ്ലൂറൈഡിൻ്റെ കണ്ടൻറ്റ് ഗ്രേറ്റർ ദാൻ 1.5 mg/L ആണ്. ഇനി എക്സസ് കോൺസെൻട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ ബോൺ ഫ്ലൂറോസിസ് എന്നുള്ള ഒരു കണ്ടീഷനും ഉണ്ടാകും. ആൻഡ് ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ കളറിമെട്രി യൂസിങ് സിർക്കോണിയം സ്പാഡി. ഓക്കെ, നമ്മൾ കളറിമെട്രി മെത്തേഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫ്ലൂറൈഡിൻ്റെ കണ്ടൻറ്റ് വാട്ടറിൽ കണ്ടുപിടിക്കുന്നത്. ആൻഡ് യൂസിങ് സിർക്കോണിയം സ്പാഡി, അത് ഓർത്തോണ്ടേ, ഡിറ്റർമിൻഡ് ബൈ കളറിമെട്രി യൂസിങ് സിർക്കോണിയം സ്പാഡി. ഇനി ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് ഫോർ ഫ്ലൂറൈഡ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ പറഞ്ഞു ലെസ് ദാൻ 1 ആണെങ്കിൽ ഡെൻറ്റൽ ക്യാവിറ്റി, ഗ്രേറ്റർ ദാൻ 1.5 ആണെങ്കിൽ ഡെൻറ്റൽ ഫ്ലൂറോസിസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് എത്രയാണ്? 1 to 1.5 mg/L. അതിൽ 1 എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ ലിമിറ്റാണ്, 1.5 എന്ന് പറയുന്നത് നമ്മുടെ പെർമിസിബിൾ ലിമിറ്റാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞാൽ ഫ്ലൂറൈഡിൻ്റെ കണ്ടൻറ്റ് ലെസ് ദാൻ 1 mg/L ആണെങ്കിൽ ഡെൻറ്റൽ കാവിറ്റീസ് ഉണ്ടാകും. ഗ്രേറ്റർ ദാൻ 1.5 mg/L ആണെങ്കിൽ ഡെൻറ്റൽ ഫ്ലൂറോസിസ് അല്ലെങ്കിൽ ടീത്ത് സ്റ്റെയിനിങ് അല്ലെങ്കിൽ മോഡലിംഗ് ഓഫ് ടീത്ത് ഉണ്ടാകും. പിന്നെ ഫ്ലൂറൈഡിൻ്റെ കണ്ടൻറ്റ് ഒരു പരിധിക്ക് മുകളിൽ കൂടുന്നത് ബോൺ ഫ്ലൂറോസിസിന് കാരണമാകും. ആൻഡ് ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ കളറിമെട്രി യൂസിങ് സിർക്കോണിയം സ്പാഡി. ഇനി ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ 1 to 1.5 mg/L ആണ്. ഇനി നൈട്രജൻ കോമ്പൗണ്ട്സ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നൈട്രജൻ കോമ്പൗണ്ട്സ്. ഓക്കെ, അപ്പം നമ്മുടെ വാട്ടറിൽ നൈട്രജൻ കോമ്പൗണ്ട്സ് പ്രസൻ്റ് ആണെങ്കിൽ ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്ററിൻ്റെ പ്രസൻസിനെയാണ് നൈട്രജൻ കോമ്പൗണ്ട്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓർഗാനിക് മാറ്റർ എപ്പോഴായിരിക്കും വാട്ടറിൽ പ്രസൻ്റ് ആവുന്നത്? വെൻ ഇറ്റ് ഈസ് കണ്ടാമിനേറ്റഡ് വിത്ത് സീവേജ്. അപ്പോൾ വാട്ടറിൽ സീവേജ് കണ്ടാമിനേറ്റഡ് ആണെന്നുണ്ടെങ്കിലാണ് ഓർഗാനിക് മാറ്റർ ഉണ്ടാകുന്നത്. സോ ഓർഗാനിക് മാറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും? നൈട്രജൻ കോമ്പൗണ്ട്സ് ഉണ്ടാകും. സോ നൈട്രജൻ കോമ്പൗണ്ട്സിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? വാട്ടറിൽ നൈട്രജൻ കോമ്പൗണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർഗാനിക് മാറ്റർ ഉണ്ടെന്നാണ്, അതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത് എങ്ങനെയാണ് വാട്ടറിൽ വരുന്നത്? അതെന്ന് പറയുന്നത് സീവേജുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്താണ്. ഓക്കെ, ഇനി നമുക്ക് 4 ടൈപ്സ് ഓഫ് നൈട്രജൻ കോമ്പൗണ്ട്സ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അമോണിയ, ഓർഗാനിക് നൈട്രജൻ, നൈട്രേറ്റ്, ഇങ്ങനെ 4 ടൈപ്പ് നൈട്രജൻ കോമ്പൗണ്ട്സ് ആണ് ഉള്ളത്. ഈ അമോണിയ, നമ്മുടെ വാട്ടറിൽ അമോണിയ പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡീകമ്പോസിഷൻ നോട്ട് സ്റ്റാർട്ടഡ്. ഓക്കെ, അമോണിയയാണ് നമ്മുടെ വാട്ടറിൽ അമോണിയാണ് ഉണ്ടെങ്കിൽ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അവിടെ ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ആയിട്ടില്ല. ഇനി ഓർഗാനിക് നൈട്രജൻ പ്രസൻ്റ് ആണെങ്കിൽ നമ്മുടെ ഡീകമ്പോസിഷൻ സ്റ്റാർട്ടായി, ഇറ്റ് ഈസ് ദ ഇനിഷ്യൽ സ്റ്റേജ്. ഓക്കെ, ഓർഗാനിക് നൈട്രജൻ ഉണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ഡീകമ്പോസിഷൻ. ഈ ഓർഗാനിക് നൈട്രജനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് ആൽബുമിനോയിഡ് നൈട്രജൻ. എന്താണ്? ആൽബുമിനോയിഡ് നൈട്രജൻ എന്ന് വിളിക്കാം. അപ്പോൾ ഒന്നും കൂടെ പറയുവാണ്, നൈട്രജൻ കോമ്പൗണ്ട്സ് എത്ര? 4 ടൈപ്പാന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ പറഞ്ഞത് അമോണിയ ആണെങ്കിൽ ഓർഗാനിക് മാറ്റർ അതിൻ്റെ ഓർഗാനിക് മാറ്ററിൻ്റെ ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. രണ്ടാമത് പറഞ്ഞത് ഓർഗാനിക് നൈട്രജൻ ആണ്, ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ഡീകമ്പോസിഷൻ. ഈ ഓർഗാനിക് നൈട്രജനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആൽബുമിനോയിഡ് നൈട്രജൻ. ഇനി അമോണിയയും ഓർഗാനിക് നൈട്രജനെയും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരുണ്ട്, ദാറ്റ് ഈസ് ജഡാൽ നൈട്രജൻ. എന്ത് വിളിക്കും? ജഡാൽ നൈട്രജൻ. അമോണിയയും ഓർഗാനിക് നൈട്രജനെയും ചേർത്ത് വിളിക്കുന്നതാണ് ജഡാൽ നൈട്രജൻ. ഇത് പല എക്സാംസിനും ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ അമോണിയ പ്രസൻ്റ് ആണെങ്കിൽ ഡീകമ്പോസിഷൻ സ്റ്റാർട്ടായിട്ടില്ല, ഓർഗാനിക് നൈട്രജൻ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ഡീകമ്പോസിഷൻ. അമോണിയയും ഓർഗാനിക് നൈട്രജനും ചേർത്ത് എന്ത് വിളിക്കും? ജഡാൽ നൈട്രജൻ എന്ന് വിളിക്കും. ഓർഗാനിക് നൈട്രജനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആൽബുമിനോയിഡ് നൈട്രജൻ. ഇനി നൈട്രേറ്റ് പ്രസൻ്റ് ആണെങ്കിൽ ഡീകമ്പോസിങ് സ്റ്റേജ് ആണ്. ഓക്കെ, ഡീകമ്പോസിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതാണെന്ന് പറയുന്നത് നൈട്രേറ്റ്. അപ്പോൾ നൈട്രേറ്റ് പ്രസൻ്റ് ആണെങ്കിൽ എന്താണ്? ഡീകമ്പോസിങ് സ്റ്റേജ് ആണ്. ഇനി നൈട്രേറ്റ് ആണ് പ്രസൻ്റ് എങ്കിൽ പാസ്റ്റ് ഡീകമ്പോസിഷൻ, അതായത് മുന്നേ എപ്പോഴോ ഡീകമ്പോസിഷൻ ആ വാട്ടറിൽ നടന്നിട്ടുണ്ട്, അതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? നൈട്രേറ്റ് ഉണ്ടെങ്കിൽ ഡീകമ്പോസിങ് സ്റ്റേജ്, അതായത് ഇപ്പോഴും ഡീകമ്പോസിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നൈട്രേറ്റ് ആണെങ്കിൽ പാസ്റ്റ് ഡീകമ്പോസിഷനെയാണ് എന്ത് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ നൈട്രജന് നമ്മൾ എന്താ പറഞ്ഞത്, നൈട്രജൻ വാട്ടറിലുണ്ടെങ്കിൽ അത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ഓർഗാനിക് മാറ്ററിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഓർഗാനിക് മാറ്റർ വാട്ടറിൽ പ്രസൻ്റ് ആണ്, എപ്പോഴാണ് ഓർഗാനിക് മാറ്റർ വാട്ടറിൽ പ്രസൻ്റ് ആകുന്നത്, വെൻ ഇറ്റ് ഈസ് കണ്ടാമിനേറ്റഡ് വിത്ത് സീവേജുമായിട്ട് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഓർഗാനിക് മാറ്റർ വാട്ടറിൽ പ്രസൻ്റ് ആയിരിക്കത്തുള്ളൂ. നമ്മൾ പറഞ്ഞു 4 ടൈപ്പ് നൈട്രജൻ കോമ്പൗണ്ട്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അമോണിയയാണ്. അമോണിയ നിന്ന് ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വാട്ടറിൽ അമോണിയയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ എന്താണ് മീനിങ്, ഡീകമ്പോസിഷൻ നോട്ട് സ്റ്റാർട്ടഡ്. ഇനി ഓർഗാനിക് നൈട്രജൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ഡീകമ്പോസിഷൻ. ഈ ഓർഗാനിക് നൈട്രജനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആൽബുമിനോയിഡ് നൈട്രജൻ. ഓർഗാനിക് നൈട്രജനെയും അമോണിയയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ജഡാൽ നൈട്രജൻ. ഇനി നൈട്രൈറ്റും ഉണ്ട്, നൈട്രേറ്റും ഉണ്ട്. നൈട്രൈറ്റ് ആണെങ്കിൽ എന്താണ്, ഡീകമ്പോസിഷൻ നടക്കുന്നു, ഡീകമ്പോസിങ് സ്റ്റേജ്. ഇനി നൈട്രേറ്റ് ആണെങ്കിൽ പാസ്റ്റ് ഡീകമ്പോസിഷൻ. ഓക്കെ. ഇനി ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് ഫോർ അമോണിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.15 മില്ലിഗ്രാം പെർ ലിറ്റർ. ഓൾഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0.15 ആണ്, ന്യൂ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് ഫോർ അമോണിയ എത്രയാണ്, 0.15 ഉണ്ട്, 0.5 ഉണ്ട്. 0.15 വരുന്ന ഓൾഡ് വാല്യൂ ആണ്, 0.5 എന്ന് പറഞ്ഞാൽ ന്യൂ വാല്യൂ ആണ്. ഓക്കെ. ഇനി ഓർഗാനിക് നൈട്രജൻ എന്ന് പറയുകയാണെങ്കിൽ 0.3 മില്ലിഗ്രാം പെർ ലിറ്റർ. ഇനി നൈട്രൈറ്റ്, നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിലെ നൈട്രൈറ്റ് ഷുഡ് ബി 0. നൈട്രൈറ്റ് ഉണ്ടാകാൻ പാടില്ല, അതായത് ഡീകമ്പോസിങ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പാടില്ല. ഇനി നൈട്രേറ്റ് ആണെങ്കിലോ 45 മില്ലിഗ്രാം പെർ ലിറ്റർ. അപ്പോൾ അമോണിയ 0.15 മില്ലിഗ്രാം പെർ ലിറ്റർ, ദാറ്റ് ഈസ് ഓൾഡ് വാല്യൂ. ന്യൂ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.5 മില്ലിഗ്രാം പെർ ലിറ്റർ. ഓർഗാനിക് നൈട്രജൻ എന്ന് പറഞ്ഞാൽ 0.3 മില്ലിഗ്രാം പെർ ലിറ്റർ. നൈട്രൈറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ 45 മില്ലിഗ്രാം പെർ ലിറ്റർ. ഓക്കെ. ഇനി നമ്മുടെ നൈട്രോ ബാക്ടർ എന്നുള്ള ഒരു ബാക്ടീരിയ അറിയായിരിക്കും. ഈ നൈട്രോ ബാക്ടർ ആണ് എന്ത് ചെയ്യുന്നത്, നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. എന്താണ്, നൈട്രൈറ്റിനെ എന്താണ്, നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്, നൈട്രോ ബാക്ടർ ആണ്, നൈട്രോ ബാക്ടർ. ഓക്കെ. ഇഫ് നൈട്രേറ്റ് ഈസ് ലെസ്, എച്ച് ആണെങ്കിൽ, നൈട്രേറ്റ് എച്ച് ആണെങ്കിൽ ഇറ്റ് കോസസ് ബ്ലൂ ബേബി ഡിസീസ്, അതായത് ഇൻഫൻറ്റൽ ഡിസീസാണ് മെത്തമോഗ്ലോബനീമിയ എന്ന് പറയും. ഓക്കെ. അപ്പം നൈട്രേറ്റിൻ്റെ അളവ് എച്ച് ആണെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, ബ്ലൂ ബേബി ഡിസീസ് ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് നൈട്രജൻ കോമ്പൗണ്ട്സിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇനി അടുത്ത് വരുന്നത് അയൺ ആൻഡ് മാംഗനീസ്. അയണും മാംഗനീസും നമ്മൾ ശരിക്കും പറഞ്ഞ വാട്ടറിൽ കളർ പ്രോബ്ലംസ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അയൺ എന്ത് കളറായിരിക്കും, റെഡ് കളറായിരിക്കും വാട്ടറിൽ കൊണ്ടുവരുന്നത്. മാംഗനീസ് ആണെങ്കിൽ ബ്രൗൺ കളറായിരിക്കും കൊണ്ടുവരുന്നത്. സോ നമുക്ക് നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിൽ കളർ പാടുണ്ടോ, പാടില്ല. അപ്പോൾ അയൺ എന്ന് പറയുന്ന റെഡ് കളറും മാംഗനീസ് എന്ന് പറയുന്ന ബ്രൗൺ കളറും കാണിക്കും. ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് ഫോർ അയൺ എന്ന് പറഞ്ഞാൽ 0.3 മില്ലിഗ്രാം പെർ ലിറ്റർ. നമ്മൾ ഈ 0.3 വേറെ എവിടെയോ കണ്ടല്ലോ, എവിടെയാണ്, ഓർഗാനിക് നൈട്രജൻ്റെ കേസിൽ 0.3 മില്ലിഗ്രാം പെർ ലിറ്റർ. ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് ഫോർ മാംഗനീസ് എന്ന് പറഞ്ഞാൽ 0.05 മില്ലിഗ്രാം പെർ ലിറ്റർ അല്ലെങ്കിൽ 0.1 മില്ലിഗ്രാം പെർ ലിറ്റർ. 0.05 എന്ന് പറയുന്നത് ഓൾഡ് വാല്യൂ ആണ്, ന്യൂ വാല്യൂ എന്ന് പറയുന്നത് 0.1 മില്ലിഗ്രാം പെർ ലിറ്റർ. ഓക്കെ. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് ഫോർ മാംഗനീസ് എന്ന് പറയുന്നത് 0.05 അല്ലെങ്കിൽ 0.1 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. ഇനി ഇൻഡിക്കേറ്റർ യൂസ്ഡ് ഫോർ മെഷറിങ് അയൺ. അപ്പോൾ നമ്മൾ ഓരോ ടൈപ്പ് മെറ്റൽസിനും നമ്മൾ ഏതാണ് ഇൻഡിക്കേറ്റർ, ഈ അയണിൻ്റെ ഇത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് മാംഗനീസും ഫ്ലൂറൈഡിനെയും എടുത്ത് പറയുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതെല്ലാം 3 എഴുതിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അയൺ മെഷർ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ 110 ഫിനാന്ത്രലിൻ. ഏതാണ്, 110 ഫിനാന്ത്രലിനാണ് അയൺ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. മാംഗനീസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് അമോണിയം പെർ സൾഫേറ്റ് പ്ലസ് നൈട്രിക് ആസിഡ്. അതാണ് അമോണിയം പെർ സൾഫേറ്റ് പ്ലസ് നൈട്രിക് ആസിഡ്. അമോണിയം പെർ സൾഫേറ്റ് പ്ലസ് നൈട്രിക് ആസിഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാംഗനീസിൻ്റെ ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഫ്ലൂറൈഡിന് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ആണ് സിർക്കോണിയം അലിസാറിൻ. അതാണ് സിർക്കോണിയം അലിസാറിൻ. ഓക്കെ. അപ്പോൾ 110 ഫിനാന്ത്രലിൻ ഏതിനാണ്, അയണിനാണ്. ഇനി മാംഗനീസിന് വരുമ്പോഴത്തേക്കും ഏതൊക്കെയാണ്, അമോണിയം പെർ സൾഫേറ്റ് പ്ലസ് നൈട്രിക് ആസിഡ്. അമോണിയം പെർ സൾഫേറ്റ് പ്ലസ് നൈട്രിക് ആസിഡ്. ഫ്ലൂറൈഡിനാണെങ്കിൽ സിർക്കോണിയം അലിസാറിൻ. എന്താണ്, സിർക്കോണിയം അലിസാറിൻ. ഓക്കെ. ഫ്ലൂറൈഡിനാണെങ്കിൽ സിർക്കോണിയം അലിസാറിൻ. നമ്മുടെ അയണിനാണെങ്കിൽ 110 ഫിനാന്ത്രലിൻ. മാംഗനീസ് ആണെങ്കിലോ അമോണിയം പെർ സൾഫേറ്റ് നൈട്രിക് ആസിഡാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒന്നുകൂടി കാണാതെ തന്നെ പഠിക്കുക കറക്റ്റായിട്ട്. അയൺ 110 ഫിനാന്ത്രലിൻ. നമ്മുടെ മാംഗനീസ് എന്ന് പറയുന്നത് അമോണിയം പെർ സൾഫേറ്റ് പ്ലസ് നൈട്രിക് ആസിഡ്. ദെൻ ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് എന്താണ്, സിർക്കോണിയം അലിസാറിൻ. ഇനി ടോക്സിക് കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഹ്യൂമൻസ് തന്നെ നേച്ചറിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ടോക്സിക് കെമിക്കൽസ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇതെന്ന് പറയുന്നത് ഈ ടോക്സിക് കെമിക്കൽസ് വളരെ ചെറിയ എമൗണ്ടിൽ പോലും അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിലും അത് സിവിയർ ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസിന് കാരണമാകും. ഓക്കെ, അതിൻ്റെ പ്രധാന ഹെൽത്ത് പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് ഡിസ്ട്രോയ് സെൻട്രൽ നെർവ് സിസ്റ്റത്തിനെ ഡിസ്ട്രോയ് ചെയ്യും. അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിനെ ഡാമേജ് ചെയ്യും, ക്യാൻസർ ഉണ്ടാകാൻ കാരണമാകും, അതുപോലെ തന്നെ കാർഡിയക് അറസ്റ്റിനും കാരണമാകും. ഏതാണ്? ടോക്സിക് കെമിക്കൽസ് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ടോക്സിക് കെമിക്കൽസിൻ്റെ ഇതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അതായത് കുറച്ച് ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡാണ് ഈ പറയുന്നത്. ലെഡ് ആണെങ്കിൽ 0.1 mg/L ആണ് ഓൾഡ് വാല്യൂ. ന്യൂ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.01. മെർക്കുറി 0.001. ഡിസീസ് മെർക്കുറി കാരണം ഉണ്ടാകുന്ന ഡിസീസ് ഏതാണ്? മിനമാറ്റ. ദെൻ ആഴ്സനിക് ആണെങ്കിൽ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ കളറിൽ എഴുതിയിരിക്കുന്നത്, അതായത് ന്യൂ വാല്യൂ ആണ് ഈ കളറിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ ഓൾഡ് വാല്യൂ ന്യൂ വാല്യൂ സെയിം ആണെങ്കിൽ ഈ ബ്ലാക്ക് ആൻഡ് കളറിൽ 2 കളറിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അക്സെപ്റ്റബിൾ വാല്യൂ, ഇത് പെർമിസിബിൾ വാല്യൂ. ഇനി കളറിൽ വരുന്ന എന്താണ്? ന്യൂ വാല്യൂസ് ആണ്. ഇനി കാഡ്മിയം കാരണം ഉണ്ടാകുന്ന ഡിസീസ് ഏതാണ്? ഇറ്റായി എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഇറ്റായി. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് വായിച്ച് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്തുവാണ്? സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് എന്താ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിനകത്ത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ എങ്ങനെയെല്ലാം ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ബേസ്ഡ് ഓൺ ഹൗ ദേ പ്രൊഡ്യൂസ് ഫുഡ്. ഓരോ മൈക്രോ ഓർഗാനിസം എങ്ങനെ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിൻ്റെ ബേസിൽ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഓട്ടോട്രോഫ്സും ഉണ്ട്, ഹെറ്ററോട്രോഫ്സും ഉണ്ട്. ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേര് തന്നെയുണ്ട്, സ്വന്തമായിട്ട് ഓട്ടോമാറ്റിക്കലി, അതായത് സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഹെറ്ററോട്രോഫ്സ് ആണെങ്കിലോ മറ്റു ഓർഗാനിസംസിലേക്ക് എന്ത് ചെയ്യുന്നു? ഫുഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സർവൈവലിന് വേണ്ടിയിട്ട് മറ്റു ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതാണ് ഹെറ്ററോട്രോഫ്സ്. മനുഷ്യനെന്ന് പറഞ്ഞത് എന്താണ്? ഒരു ഹെറ്ററോട്രോഫാണ്. പ്ലാന്റ് എന്ന് പറഞ്ഞത് എന്താണ്? ഓട്ടോട്രോഫ്സ് ആണ്. ദെൻ ബേസ്ഡ് ഓൺ ദെയർ ലിവിങ് കണ്ടീഷൻ്റെ ബേസിസിൽ എയ്റോബിക് ഉണ്ട്, അനൈറോബിക് ഉണ്ട്, ഫാക്കൽറ്റേറ്റീവ്. എയ്റോബിക് ആണെങ്കിൽ ഓക്സിജൻ ആവശ്യമുണ്ട്, അനൈറോബിക്കിലാണെങ്കിലോ ഓക്സിജൻ ഇല്ലാത്ത അറ്റ്മോസ്ഫിയറിൽ അത് ജീവിക്കും. ഫാക്കൽറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? അറ്റ്മോസ്ഫിയറിൽ സർവൈവ് ചെയ്യാൻ പറ്റും. അതാണ് ഫാക്കൽറ്റേറ്റീവ്. ഇനി ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ റിക്വയർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 3 ഉള്ളത്. സൈക്രോഫിലിക്, അതായത് <10°C വളരുന്ന മൈക്രോ ഓർഗാനിസം ആണെങ്കിൽ നമ്മൾ അതിനെ സൈക്രോഫിലിക് എന്ന് വിളിക്കും. മീസോഫിലിക് എന്ന് പറഞ്ഞാൽ 10 to 40°C, >40°C ആണെങ്കിൽ തെർമോഫിലിക് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ ദെയർ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ്? റോഡ് ഷേപ്ഡ് ബാസില്ലൈ, സ്പൈറൽ ഷേപ്ഡ് സ്പൈറില്ല, കോമ ഷേപ്ഡ് വിബ്രിയോ, സ്ഫെറിക്കൽ കോക്കൈ. ഓക്കെ, ഇനി ബേസ്ഡ് ഓൺ സെൽ വാൾ തിക്നെസ്സിൻ്റെ ബേസിൽ ഗ്രാം പോസിറ്റീവും ഉണ്ട്, ഗ്രാം നെഗറ്റീവ് എന്നും നമ്മളിങ്ങനെ തിരിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈക്കോളിയെ പറ്റിയാണ്. എന്താണ്? ഈക്കോളി. അപ്പോൾ ഈക്കോളിയുടെ ഈ ഒരു ഡെഫിനേഷൻ തന്നെ എന്താണ്? പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ്? ഈക്കോളി എന്ന് പറഞ്ഞാൽ റോഡ് ഷേപ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ബാസില്ലയാണ്. അതൊക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. റോഡ് ഷേപ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും ബാസില്ലൈ. ഓക്കെ, ബാസില്ലൈ. അപ്പോൾ ബാസില്ലൈ കാറ്റഗറിയിൽ വരുന്നതാണ് എന്ന് പറഞ്ഞാൽ ഈക്കോളി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇറ്റ് ഈസ് എ റോഡ് ഷേപ്ഡ് ഫാക്കൽറ്റേറ്റീവ് ബാക്ടീരിയ, അതായത് ഗ്രാം നെഗറ്റീവ് ആണ്, വിച്ച് ഈസ് ഫൗണ്ട് ഇൻ ഗട്ട്സ് ഓഫ് ഓൾ വാം ബ്ലഡഡ് അനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്. അപ്പോൾ ഹ്യൂമൻ ഉൾപ്പെടെയുള്ള എല്ലാ വാം ബ്ലഡഡ് അനിമൽസിൻ്റെയും ഗട്ട്സിൽ കാണപ്പെടുന്ന ഒരു എന്താണ് ബാക്ടീരിയയാണ് എന്ന് പറഞ്ഞാൽ ഈക്കോളി എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റോഡ് ഷേപ്ഡ്, അതായത് റോഡ് ഷേപ്ഡ് ഏതാണ്? ബാസില്ലയാണ്. ആൻഡ് ഫാക്കൽറ്റേറ്റീവ് ബാക്ടീരിയയാണ്, ഗ്രാം നെഗറ്റീവ് ആണ്, അത്രയും മറക്കരുത്. ഓക്കെ, ഇനി നമ്മൾ ഇതെന്ന് പറയാം, അതപ്പം നമ്മൾ പറഞ്ഞു ഗട്ട്സിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? ത്രൂ എക്സ്ക്രീഷൻ. Okay, so when its presence is detected in water, it means that water is contaminated with the excrete and there are chances it may contain pathogens. അപ്പോൾ നമ്മൾ വാട്ടർ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈക്കോളിയുടെ പ്രസൻസ് ഉണ്ടെന്ന് വയ്ക്കുക. ഈക്കോളിയുടെ പ്രസൻസ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണ്ടാമിനേറ്റഡ് വിത്ത് എക്സ്ക്രീറ്റ. കാരണം എക്സ്ക്രീറ്റ വഴിയാണ് എന്ത് ചെയ്യുന്നത്? അതായത് ഫീക്കസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഈക്കോളി പുറത്തേക്ക് വരുന്നത്. ഗട്ട്സിലുള്ള ഈക്കോളി പുറത്തേക്ക് വരുന്നത് എക്സ്ക്രീറ്റ വഴിയാണ്. സോ നമ്മുടെ വാട്ടറിൽ ഇത് ഈക്കോളി പ്രസൻ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദ വാട്ടർ ഇസ് കണ്ടാമിനേറ്റഡ് വിത്ത് എക്സ്ക്രീറ്റ. സോ അതുകൊണ്ട് തന്നെ അവിടെ പാത്തജൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഒരു ഇൻഡിക്കേറ്റർ ഓർഗാനിസം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ഇസ് എ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻഡിക്കേറ്റർ ഓർഗാനിസം ചോദിച്ചിട്ടുള്ളതാണ് ഏതാണ്? നമ്മുടെ ഈക്കോളിയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രസൻസ് ഓഫ് ഈക്കോളി എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യും? പ്രസൻസ് ഓഫ് പാത്തോജൻസിനെ. ആബ്സെൻസ് ഓഫ് ഈക്കോളി ഇൻഡിക്കേറ്റ്സ് ആബ്സെൻസ് ഓഫ് പാത്തോജൻസ്. ഇനി
pathogenic bacteria can be tested and counted in laboratory only with a great difficulty. Hence, these tests are not performed generally in routine. Okay, അതൊന്നും വേണ്ട. ഇനി നമുക്ക് കുറച്ച് വാട്ടർ ബോൺ ഡിസീസസിൻ്റെ പേര് കാണാം. അത് ഡിസീസ് ഏതാണ്, കോസിറ്റീവ് ഓർഗാനും, അത് ബാക്ടീരിയ ആണോ, വൈറസ് ആണോ, പ്രോട്ടോസോവയാണോ, അത്രയാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ചോദിച്ചിട്ടുണ്ട്, സോ നിങ്ങൾ വായിച്ച് പഠിക്കുക. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇഫ് ദ ടോട്ടൽ ഹാർഡ്നെസ് ആൻഡ് ആൽക്കലിനിറ്റി ഓഫ് എ സാമ്പിൾ ഓഫ് വെയർ വാട്ടർ ആർ 300 milligram per liter and 100 milligram per liter respectively, then what is its carbonate and non-carbonate hardness respectively be? അപ്പോൾ ഇവിടെ എന്താണ്, ടോട്ടൽ ഹാർഡ്നെസ് തന്നിട്ടുണ്ട്. ടോട്ടൽ ഹാർഡ്നെസ് എത്രയാണ് തന്നിരിക്കുന്നത്? 300 milligram per liter ആണ് തന്നിരിക്കുന്നത്. ടോട്ടൽ ആൽക്കലിനിറ്റി തന്നിട്ടുണ്ട് 100 milligram per liter. അപ്പോൾ എന്താണ് ഇവിടെ ടോട്ടൽ ആൽക്കലിനിറ്റി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ടോട്ടൽ ഹാർഡ്നെസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, എവിടെയാണോ ചെറിയ വാല്യൂ അതാണ് കാർബണേറ്റ് ഹാർഡ്നെസ്സിന് വരാൻ. സോ TA എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് കാർബണേറ്റ് ഹാർഡ്നെസ്. അപ്പോൾ കാർബണേറ്റ് ഹാർഡ്നെസ് എന്ത് വരും, ടിയുടെ വാല്യൂ എത്രയാണ്, 100 ആണ്. സോ 100 milligram per liter. ഇനി ടോട്ടൽ ഹാർഡ്നെസ് അറിയാം 300 ആണ്, കാർബണേറ്റ് ഹാർഡ്നെസ് 100 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നോൺ കാർബണേറ്റ് ഹാർഡ്നെസ് 200 milligram per liter എന്ന് കിട്ടും. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് കണ്ടെയ്ൻ വാട്ടർ വിത്ത് മാക്സിമം എമൗണ്ട് ഓഫ് ടർബിഡിറ്റി. ടർബിഡിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഏതിലാണെന്നാണ് ആൻസർ വരുന്നത്, റിവേഴ്സിലാണ്. ഓക്കെ, ലേക്ക്, ഓഷ്യൻ, വെല്ല് ഇതിലേക്ക് വെച്ച് നോക്കുമ്പോൾ റിവേഴ്സിലാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ടർബിഡിറ്റി വരുന്നത്. അതിന് കാരണം അവർ പറയുന്നുണ്ട് എക്സെപ്റ്റ് ഫോർ റിവർ, ബാക്കി എന്താണ് സ്റ്റിൽ വാട്ടർ കണ്ടീഷനാണ്. ഓഷ്യൻസിൽ എന്ത് വരുന്നുണ്ട്, ഓഷ്യൻസ് എന്താണ്, സ്റ്റിൽ വാട്ടർ ആണ്. ഇറ്റ് ഈസ് ആക്ച്വലി സ്റ്റിൽ വാട്ടർ. ഇൻ ഫ്ലോയിങ് വാട്ടർ ദർ ഇസ് ചാൻസ് ഓഫ് ഹൈ ടർബിഡിറ്റി ഡ്യൂ ടു ടർബുലൻസ്. ടർബുലൻസ് കാരണം എന്നാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലോയിങ് വാട്ടറിൽ ടർബിഡിറ്റി കൂടുതൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ടർബുലൻസ് വരുമ്പോൾ എന്ത് ചെയ്യത്തില്ല, അതിലുള്ള പാർട്ടിക്കിൾസ് ഒന്നും അതിന് സെറ്റിൽ ചെയ്യാനുള്ള ഇനഫ് ടൈം അവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ടർബിഡിറ്റി വരുന്നത് ഏതിനാണ്, റിവേഴ്സിനാണ്. ഓക്കെ, ഇനി രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ഈക്വളി ബാക്ടീരിയ ഇൻ വാട്ടർ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് വാട്ടർ ഇസ് പൊല്യൂട്ടഡ് വിത്ത് ഫീക്കൽ ഡിസ്ചാർജ്. കറക്റ്റ് ആണല്ലോ, സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്, നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ഇനി ഈക്വളി എന്ന് പറഞ്ഞ ഒരു പാത്തോജനിക് ബാക്ടീരിയ ആണ്. ഈക്വളി എന്ന് പറഞ്ഞാൽ പാത്തോജനിക് ബാക്ടീരിയ ആണോ, അല്ല. ഇറ്റ് ഈസ് എ നോൺ പാത്തോജനിക് ബാക്ടീരിയ, ബട്ട് പ്രസൻസ് ഓഫ് ഈക്വളി ഇൻഡിക്കേറ്റ്സ് പ്രസൻസ് ഓഫ് പാത്തോജനിക് ബാക്ടീരിയ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മുടെ ഫ്ലൂറൈഡ് ആബ്സെൻ്റ് ആണ്, ലെസ് ദാൻ 1 milligram per liter ആണ് ഫ്ലൂറൈഡിൻ്റെ കണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഡെൻ്റൽ കാരീസ് അല്ലെങ്കിൽ ഡെൻ്റൽ കാവിറ്റീസ് ഉണ്ടാവും. ഇനി ലെഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അവിടെ വരുന്നത് അനീമിയ എന്നുള്ള അസുഖമാണ്. പ്രസൻസ് ഓഫ് എക്സസ് നൈട്രേറ്റ് ആണ് കൂടുതൽ. നൈട്രേറ്റ് കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മെത്തമോഗ്ലോബ് അനീമിയാണ് അവിടെ ഉണ്ടാകുന്ന ഡിസീസ് എന്ന് പറഞ്ഞാൽ. ഇനി ആബ്സെൻസ് ഓഫ് അയഡൈഡ് ആണെങ്കിലോ ഗോയിറ്റർ. ഇത് ഓൾറെഡി ഒരു IASൻ്റെ എക്സാമിന് ചോദിച്ചതാണ് കേട്ടോ. അതായത് ഇതിൽ പറയുന്ന ഈ ഫ്ലൂറൈഡ്, ലെഡ് ഇതിൻ്റെയൊക്കെ അളവ് കുറയുന്നതോ കൂടുന്നതോ കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, ഇനി അടുത്ത രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ക്ലോറൈഡ്സ് ഷുഡ് ബി പ്രസൻറ്റ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ. ക്ലോറൈഡ് വേണ്ട ഡ്രിങ്കിങ് വാട്ടറിൽ, ക്ലോറൈഡ് ഷുഡ് ബി ആബ്സെൻറ്റ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ എന്നാണ് കൊടുത്തേക്കുന്നത്. ആബ്സെൻ്റ് ആയിരിക്കണോ, അല്ല. ക്ലോറൈഡിന് ഒരു ഡെഫിനറ്റ് ലിമിറ്റ് പറയുന്നുണ്ട്. സോ ഇറ്റ് ഷുഡ് ബി പ്രസൻറ്റ്. അപ്പോൾ ഇതെന്താണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്ലോറൈഡ് ഗീവ്സ് സാൾട്ടി ടേസ്റ്റ് വാട്ടർ ആണല്ലോ, നമ്മൾ പറഞ്ഞു ക്ലോറൈഡ് ഇൻ ദ ഫോം ഓഫ് NaCl ആണ് വാട്ടറിൽ കാണപ്പെടുന്നത്. സോ ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ A is false, B is true. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോളിഫോം ഓർഗാനിസംസ് ആണ് അടുത്ത് പറയുന്നത്. അതായത് കോളിഫോം ഓർഗാനിസംസ് എന്ന് പറയുന്നത് ഹാംലെസ് ആണ്. ഓക്കെ, കോളിഫോം ഓർഗാനിസംസ് എന്ന് പറയുന്നത് ഹാംലെസ് ആണ്, എയ്റോബിക് ആണ്, ലാക്ടോസ് ഫെർമെൻറ്റേസ് ആണ്. ലാക്ടോസ് ഫെർമെൻറ്റേസ് എന്ന് പറഞ്ഞാൽ ലാക്ടോസിനെ ഫെർമെൻറ്റ് ചെയ്യും. ഓക്കെ, പക്ഷേ അതിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ആബ്സെൻസ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് പാത്തോജനിക് ബാക്ടീരിയ. അപ്പോൾ കോളിഫോം ഓർഗാനിസംസ് എന്താണ്, ഹാംലെസ് ആണ്, ബട്ട് അതിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് പാത്തോജനിക് ബാക്ടീരിയയുടെ പ്രസൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. ഇനി ഇതെന്ന് പറയുന്നത് എയ്റോബിക് ആണ്, ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി റോഡ് ഷേപ്ഡ് ബാസിലസ് കോളിഫോം ഗീവ്സ് ഗ്രാം നെഗറ്റീവ് ടെസ്റ്റ് ടു ചെക്ക് ദ പാത്തോജനിസിറ്റി ഓഫ് ബാക്ടീരിയ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. If the methyl orange alkalinity of water equals or exceeds total hardness, all of the hardness is എന്താണ്, all of the hardness is ഏതാണെന്നാണ്. അപ്പം മീഥൈൽ ഓറഞ്ച് ആൽക്കലിനിറ്റി, ഒരു കാര്യം മനസ്സിലാക്കുക. മീഥൈൽ ഓറഞ്ച് ആൽക്കലിനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആൽക്കലിനിറ്റി ടെസ്റ്റിൽ നമ്മൾ പറഞ്ഞു ആദ്യം ഫിനോഫ്തലിൻ ആഡ് ചെയ്യും, പിന്നെ മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യും. അപ്പോൾ മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അവിടെ നിന്നുള്ള ടോട്ടൽ ആൽക്കലിനിറ്റിയാണ് കിട്ടുന്നത്. സോ ഇവിടെ പറയുന്നത് എന്താണ്, ടോട്ടൽ മീഥൈൽ ഓറഞ്ച് ആൽക്കലിനിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഈക്വൽസ് ഓർ എക്സീഡ്സ് ടോട്ടൽ ഹാർഡ്നെസ്. അപ്പോൾ ടോട്ടൽ ആൽക്കലിനിറ്റി എന്ന് പറഞ്ഞത് ഒന്നുകിൽ ഈക്വൽ ആവാം, അല്ലെങ്കിൽ എക്സീഡ് ടോട്ടൽ ഹാർഡ്നെസ്. ഓൾ ഓഫ് ദ ഹാർഡ്നെസ് ഈസ്, ഞാൻ പറഞ്ഞു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ
പിന്നെ ഏത് ഭാഗത്താണോ ചെറിയ വാല്യൂ, ഏതാണ് ഇവിടെ ചെറിയ TH, അതെന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു കാർബണേറ്റ് ഹാർഡ്നസ്. സോ ടോട്ടൽ ഹാർഡ്നസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു കാർബണേഷ്യസ്. അപ്പോൾ ആൾ ഓഫ് ദ ഹാർഡ്നസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് കാർബണേറ്റ് ഹാർഡ്നസ്. ഓക്കെ, ഇനി കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇതാണ്. പക്ഷെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം, കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് നിന്നും ഫ്രീ ആണ്. ബട്ട് ദെയർ ഈസ് ലെസ് ഓർ നെഗ്ലിജിബിൾ ടർബുലൻസ് ഇൻ ദ ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ എന്ന് എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റിൽ വാട്ടർ. അതിൽ ടർബുലൻസ്, സ്റ്റിൽ വാട്ടർ എന്നല്ല, ടർബുലൻസ് കുറവാണ് അവിടെ. അപ്പോൾ ടർബുലൻസ് കുറവാണെങ്കിൽ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസിൻ്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും ഗ്രൗണ്ട് വാട്ടറിൽ. ഓക്കെ, പക്ഷെ അതിനകത്ത് ഡിസോൾഡ് ഇമ്പ്യൂരിറ്റീസിൻ്റെ പ്രസൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് ഇല്ല, ബട്ട് ഡിസോൾഡ് ഇമ്പ്യൂരിറ്റീസിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മുടെ സോയിൽ സസ്പെൻഡഡ് മാറ്റർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ആക്ടേഴ്സ് സൈറ്റ് ഫോർ പാത്തോജനിക് ബാക്ടീരിയ. സോയിലുള്ള സസ്പെൻഡഡ് മാറ്റർ വെള്ളത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യും? ആ സസ്പെൻഡഡ് മാറ്റേഴ്സ് എന്ന് പറയുന്നത് പാത്തോജനിക് ബാക്ടീരിയയ്ക്കുള്ള ഒരു സൈറ്റായിട്ട് ആക്ട് ചെയ്യും. ഇറ്റ് ഈസ് ഓൾസോ എ ട്രൂ സ്റ്റാൻഡ്. ഇനി റെയിൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ഈസ് ജനറലി സോഫ്റ്റ്. ഓക്കെ, റെയിൻ വാട്ടർ എന്ന് പറയുന്നതാണ് ജനറലി സോഫ്റ്റ് ആണ്, പിന്നെ ടേസ്റ്റ്ലെസ് ആണ്. പ്രൊവൈഡഡ് ദർ ഇസ് നോട്ട് മച്ച് ഇമ്പ്യൂരിറ്റീസ് റിലീസ്ഡ് ഇൻ ദ സറൗണ്ടിങ് ഏരിയ. അതായത് നമ്മുടെ ആ ഒരു റെയിൻ പെയ്യുന്ന ആ ഒരു ഏരിയയിൽ അധികം സറൗണ്ടിങ് ഏരിയയിൽ ഇമ്പ്യൂരിറ്റീസ് ഒന്നും റിലീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുന്ന റെയിൻ എന്ന് പറയുന്നതായിരിക്കും സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ടേസ്റ്റ്ലെസ് ആയിരിക്കും. ഓക്കെ, ഇനി ലേക്ക് വാട്ടറിൽ കണ്ടെയ്ൻ മൈക്രോസ്കോപ്പിക് ഓർഗാനിസം. ലേക്ക് വാട്ടറിൽ എന്ത് ചെയ്യാം? മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് ആണ്. ഇറ്റ് ഹാസ് ആൾസോ പ്രസൻസ് ഓഫ് ആൽഗെ. ഓക്കെ, ഇത് ജസ്റ്റ് എന്താണ് ട്രൂ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ബട്ട് അതിൽ ശരിക്കുള്ള ക്വസ്റ്റ്യനിൽ ഈ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എന്താണ് ഇറ്റ് കണ്ടെയ്ൻസ് സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് ആൻഡ് ഡിസോൾഡ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ബാക്കിയെല്ലാം കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് തന്നിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അത് ആ പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓരോ ഇമ്പ്യൂരിറ്റിയും അതിൻ്റെ എഫക്റ്റും ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ ഇത്ര നേരം പഠിച്ച കാര്യം തന്നെയാണ്. അതിനെ ജസ്റ്റ് ഒന്ന് ടാബ്ലേറ്റ് ചെയ്ത് എഴുതിയേക്കുന്നേ ഉള്ളൂ, ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് റെഫർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇതും ഇവിടെ ഓരോ വാട്ടർ ക്വാളിറ്റിയും അതെങ്ങനെ ഡിറ്റർമിൻ ചെയ്യും എന്നുള്ള ഒരു ടേബിളാണ്. ഇതും നിങ്ങൾ കാണാതെ പഠിക്കണം. ഓക്കെ, ഇവിടെ നോക്കിയാൽ റെസിഡുവൽ ക്ലോറിൻ അല്ലെങ്കിൽ ക്ലോറൈൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഓർത്തോടോട്ടിലിൻ ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പോർട്ടബിലിറ്റി ഓഫ് വാട്ടർ ചെക്ക് ചെയ്യാൻ MF ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എൻഡറിക് ഫീവർ അത് ചോദിച്ചിട്ടുള്ളതാണ്. എൻഡറിക് ഫീവറിന് കാരണമാകുന്ന ഓർഗാനിസം ഏതാണ്? എൻഡറിക് ഫീവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടൈഫോയിഡ് ഫീവർ. അത് കാരണം ഉണ്ടാകുന്ന അവിടെ ടൈഫോയിഡ് ഫീവറിന് ആരാണ് ഉണ്ടാക്കുന്നത്? സാൽമോണല്ല ടൈഫി ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി എ സാമ്പിൾ ഓഫ് ഗ്രൗണ്ട് വാട്ടർ അറ്റ് എ pH of 7 contains 122 mg/L of ബൈകാർബണേറ്റ്സ്. വാട്ട് ഈസ് ദ ആൽക്കലിനിറ്റി ഓഫ് ദിസ് വാട്ടർ? ആൽക്കലിനിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ടോട്ടൽ ആൽക്കലിനിറ്റി ഡ്യൂ ടു ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? അതിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 122 ഇൻറ്റു ഇക്വലൻ വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ദാറ്റ് ഈസ് 50 ഡിവൈഡഡ് ബൈ ഇക്വലൻ വെയിറ്റ് ഓഫ് HCO3 മൈനസ് ദാറ്റ് ഈസ് 61. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 100 mg/L എന്ന് കിട്ടും. ഇനി ഇത് നമ്മൾ പഠിച്ച പോലത്തെ ഒരു പ്രോബ്ലമാണ്. വാട്ട് ഈസ് ദ ഇക്വാലൻ കാൽഷ്യം കാർബണേറ്റ് കോൺസെൻട്രേഷൻ ഓഫ് 110 mg/L ഓഫ് CaCl2? ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് CaCl2ൻ്റെ മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കുക. കാൽഷ്യം 40 ആണ്, ക്ലോറിൻ എന്ന് പറഞ്ഞാൽ 35 ആണ്. സോ ഇവിടെ 2 ക്ലോറിനാണ് 2 × 35. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 110 g/mol എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി CaCl2നെ കാൽഷ്യം കാർബണേറ്റ് വാട്ട് ഈസ് ഇക്വാലൻ കാൽഷ്യം കാർബണേറ്റ് കോൺസെൻട്രേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കാൽഷ്യം ക്ലോറൈഡിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ് നമുക്കിപ്പോൾ കിട്ടിയത്? അല്ല, ഇവിടെ തന്നിരിക്കുന്നത് 110 ആണ് ഇൻറ്റു ഇക്വലൻ വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് എത്രയാണ്? ഇറ്റ് ഈസ് 50 ഡിവൈഡഡ് ബൈ ഇക്വലൻ വെയിറ്റ് ഓഫ് CaCl2. അതായത് CaCl2 എന്ന് എഴുതിയാൽ ഇതിൻ്റെ ബാലൻസ് എത്രയാണ്? 2+. നമ്മൾ Ca2+ഉം Cl എന്നല്ലേ എഴുതുന്നത്. സോ ഇവിടുത്തെ ഇക്വലൻ വെയിറ്റ് ബാലൻസ് എത്രയാണ്? 2 ആണ്. സോ ആ 2 കൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ മോളിക്കുലർ വെയിറ്റിനെ ഡിവൈഡ് ചെയ്യണം. സോ 110 ഡിവൈഡ് ബൈ 2 ചെയ്യുക, അത് താഴെ എഴുതി. അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 100 mg/L എന്ന് കിട്ടും. നമ്മൾ പറഞ്ഞു സ്യൂഡോ ഹാർഡ്നെസ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. എന്താണ്? സോഡിയത്തിൻ്റെ പ്രസൻസ് കാരണം സോഡിയം അയോൺസ് ഇമ്പാർട്ട്സ് സ്യൂഡോ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ബിക്കോസ് മോണോവാലന്റ് കാറ്റയോൺസ് ഇമ്പാർട്ട് സ്യൂഡോ ഹാർഡ്നെസ്. അപ്പം മോണോവാലന്റ് കാറ്റയോൺസ് ഹാർഡ്നെസ് ഇമ്പാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സ്യൂഡോ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഹാർഡ്നെസ് ഈസ് ഡ്യൂ ടു പോളിവാലന്റ് മെറ്റാലിക് കാറ്റയോൺസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഹാർഡ്നെസ്സിന് കാരണം ആരാണ്? ഡൈവാലന്റ് കാറ്റയോൺസ് ആണ്. ബട്ട് ട്രൈവാലന്റ് കാറ്റയോൺസും ഉണ്ടാകുന്നുണ്ട്. അതിന് എക്സാമ്പിൾ പറഞ്ഞത് Al3+ ആയിരുന്നു. പിന്നെ മോണോവാലന്റ് കാറ്റയോൺസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾ സോഡിയം ആൻഡ് ഇറ്റ് ഇമ്പാർട്ട്സ് സ്യൂഡോ ഹാർഡ്നെസ്. ഓക്കെ,
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ചാപ്റ്റർ നോക്കാം. താങ്ക് യു.